നമസ്കാരം, ഞാൻ അനിഷ വൈശാഖ്. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ടേബിൾ സ്പൂണും മിക്സിയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു വെൽവെറ്റ് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ബ്ലൂ വെൽവെറ്റ് കേക്കാണ്, പക്ഷേ കണ്ടാൽ നമുക്ക് ഗ്രീൻ ആണെന്ന് തോന്നും. അത് നമ്മൾ അവസാനം ഒരു സൂത്രം ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ഗ്രീന് പോലെ തോന്നുന്നത്. പക്ഷേ അകത്ത് ബ്ലൂ വെൽവെറ്റ് കേക്ക് തന്നെയാണ്. നമുക്ക് മൈദ അളന്നെടുക്കാം. 14 ടേബിൾ സ്പൂൺ മൈദയാണ് ഞാനിവിടെ അളന്നെടുത്തിട്ടുള്ളത്. മൈദ അളന്നെടുക്കുമ്പോൾ സ്പൂണിൽ എങ്ങനെയാണ് ഇതേപോലെയാണ് എടുക്കേണ്ടത്. ജസ്റ്റ് ഇതേപോലെ എടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കളയുക. എന്നിട്ട് ബാക്കി എത്രയാണോ സ്പൂണിൽ വന്നിട്ടുള്ളത് അതാണ് നമ്മൾ 1 ടേബിൾ സ്പൂണായിട്ട് കണക്കാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂൺ കൊക്കോ പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ആദ്യം ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയതാണ്, അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ അരിച്ചെടുക്കുന്നുണ്ട്. ടോട്ടൽ ഞാൻ 2 തവണയാണ് അരിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. മൈദ എടുത്ത അതേ അളവിൽ തന്നെ പഞ്ചസാര, അതായത് 14 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 3 മുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. തണുപ്പില്ലാത്ത മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് നമുക്ക് 1 മിനിറ്റോളം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ്. 10 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതേപോലെ സ്പൂണിലോട്ട് ഒഴിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് അളവെടുക്കാൻ പറ്റും. ഓയിൽ ഒഴിച്ചതിന് ശേഷം 1/2 മിനിറ്റ് മിക്സിയിൽ വെച്ചിട്ട് ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ഒരു ബൗളിലോട്ട് മാറ്റാം. അതിനുശേഷം നമുക്ക് കളർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മാജിക്കിൻ്റെ കളറാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ലൈറ്റ് സ്കൈ ബ്ലൂ കളറാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ബ്ലൂ കളർ ഏത് വേണേലും ചേർത്ത് കൊടുക്കാം. ഇത് 1/2 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. മാക്സിമം 1/2 ടീസ്പൂൺ വരെയാണ് ഞാൻ ചേർത്ത് കൊടുക്കാറുള്ളത്. കളർ എത്രത്തോളം വരുന്നോ അതിനനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള പൊടികളൊക്കെ ഇതിലോട്ട് ചേർത്തിട്ട് ഒരു 3 തവണയായിട്ട് ചേർത്തിട്ടാണ് ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അധികം സ്പീഡിലൊന്നല്ല ഞാൻ മിക്സ് ചെയ്യുന്നത്. ഇത് സ്പീഡ് കൂട്ടിയതാണ് വീഡിയോയുടെ, അതുകൊണ്ടാണ് നമുക്ക് കുറച്ച് സ്പീഡുള്ളതുപോലെ തോന്നുന്നത്. ലൈറ്റായിട്ട് സ്മൂത്തായിട്ടാണ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ 3 തവണയായിട്ട് പൊടികൾ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ കേക്ക് സ്ഥിരമായിട്ട് ഉണ്ടാക്കാറുള്ള ഒരു പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ഈ കേക്ക് കുക്കറിലും അതുപോലെ തന്നെ എയർ ഒട്ടും പുറത്തു പോകാത്ത ഏത് പാത്രത്തിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ടൈമൊക്കെ ഏകദേശം ഒരേ ടൈം തന്നെയാണ് എല്ലാം വരാറുള്ളത്, അതായത് 45 മുതൽ 50 മിനിറ്റ് വരെ. നമ്മുടെ ബാറ്റർ കുറച്ച് തിക്കായതിനാൽ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പാൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തണുപ്പില്ലാത്ത പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് തിളപ്പിച്ച് ആറ്റിയെടുത്ത പാലായാലും കുഴപ്പമില്ല, അതുപോലെ തന്നെ പച്ചപ്പാലായാലും, അതായത് തിളപ്പിക്കാത്ത പാലായാലും കുഴപ്പമില്ല. ബാറ്ററിൻ്റെ തിക്നെസ് അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിപ്പോൾ 2ഓ 3ഓ ഒക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിതിലോട്ട് 1 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കേക്ക് നന്നായിട്ട് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് ഇതേപോലുള്ളൊരു പാത്രത്തിൽ ഞാൻ പേപ്പറൊക്കെ വെട്ടിയിട്ട് സൺഫ്ലവർ ഓയിലൊക്കെ തടവി വെച്ചിട്ടുണ്ടായിരുന്നു, അതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതേപോലുള്ള കേക്ക് ടിൻ തന്നെ വേണമെന്നില്ല, നമുക്കിത് സ്റ്റീൽ പാത്രത്തിലും ഉണ്ടാക്കാം. പേപ്പർ അടിയിലും അതുപോലെ തന്നെ സൈഡിലും വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് തട്ടിക്കൊടുക്കുന്നുണ്ട്. തട്ടിക്കൊടുക്കുന്നതിന് പുറമെ ഒരു സ്പൂണോ ടൂത്ത് പിക്കോ അല്ലെങ്കിൽ കത്തിയുടെ അറ്റോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഓടിച്ചു കൊടുക്കും കൂടെ ചെയ്താൽ നല്ലതാണ് ബാറ്ററിലൂടെ. പിന്നെ നമ്മുടെ കേക്ക് ഞാൻ ഇതിലാണ് കുക്ക് ചെയ്യുന്നത്. പാത്രം 5 മിനിറ്റ് മുന്നേ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബാറ്ററി ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ എയർ ഒട്ടും പുറത്ത് പോകാതിരിക്കാനായിട്ട് ഈ കല്ലും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 45 മിനിറ്റ് മുതൽ 50 മിനിറ്റ് വരെയുള്ള ടൈം കൊണ്ട് കുക്ക് ചെയ്തെടുക്കാം. കറക്റ്റ് 50 മിനിറ്റ് ആയപ്പോഴാണ് നമ്മുടെ കേക്ക് കുക്കായി വന്നിട്ടുള്ളത്. ഞാൻ ആദ്യം കുക്കായി വന്നിട്ടുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു. പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂട് മാറിയതിന് ശേഷം 3 ലേയേഴ്സായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ലെവലല്ലാത്ത ഭാഗമൊക്കെ ഞാൻ കട്ട് ചെയ്ത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പെർഫെക്റ്റ് ആയിട്ടുള്ള 3 ലേയേഴ്സ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ആ ലെവലല്ലാത്ത ഭാഗം നമുക്ക് ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് തന്നെ ഇതേപോലെ ഒന്ന് പിച്ചെടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കണം. ഇത് നമുക്ക് കേക്കിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് വറുത്തെടുക്കുമ്പോൾ ഇതിൻ്റെ കളർ ഗ്രീൻ കളറായിട്ട് മാറുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് പാൽ എടുത്തു വെച്ചിട്ടുണ്ട്. പാലിൽ പഞ്ചസാരയാണ് ഇട്ടിട്ടുള്ളത്. ഇത് നമുക്ക് കേക്കിൽ ഷുഗർ സിറപ്പിന് പകരം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. കേക്ക് ബോർഡിൽ കുറച്ച് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം മിക്സിയിൽ അടിച്ചെടുക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ വൈറ്റ് ഫോറസ്റ്റിൻ്റെ കേക്കിൽ ഓൾറെഡി ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല.
ഇനി ഓരോ ലേയേഴ്സും അതുപോലെ തന്നെ ഷുഗർ സിറപ്പിന് പകരമുള്ള ഈ പാലും ഓരോ ലേയേഴ്സിലും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ വിപ്പിംഗ് ക്രീമും വെച്ചിട്ട് ചെയ്തെടുക്കുന്നുണ്ട്. വീഡിയോയുടെ നീളം ഒരുപാട് കൂടാതിരിക്കുക, അതായത് ഡ്യൂറേഷൻ ഒരുപാട് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാം കട്ട് ചെയ്ത് മാറ്റിയത്. പിന്നെ സൈഡിലും കൂടെ വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം ഇതേപോലുള്ള ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് സൈഡിൽ കൂടെ ഒന്ന് വലിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചെറിയൊരു സിമ്പിൾ ഡെക്കറേഷൻ കൊടുക്കുന്നുണ്ട്. സ്റ്റാർ നോസിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതേപോലെ ഒരു സ്മൂത്തായിട്ടൊരു സിമ്പിൾ ഡെക്കറേഷൻ. പിന്നെ ഇത് അടുത്ത വീട്ടിൽ കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ട് രാത്രി 11-12 മണിക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുത്തിട്ടുള്ളതാണ്. അവിടെ ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ കേക്ക് കട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ കാണിക്കുന്നില്ല. പിന്നെ നമ്മൾ നേരത്തെ കേക്കിൻ്റെ ബാക്കി ഭാഗം വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് മിക്സിയിൽ വെച്ചിട്ട് ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഒരു അരിപ്പയിൽ വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ ചെറിയൊരു ഡെക്കറേഷൻ കൂടെ കൊടുക്കുന്നുണ്ട്. പൊതുവേ ഇതേപോലുള്ള ബ്ലൂ ആയാലും റെഡ് ആയാലും ഒക്കെ കേക്ക് ഉണ്ടാക്കിയാൽ, വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ തന്നെ ഭാഗം കൊണ്ടാണ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാറുള്ളത്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മടിക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം അതെന്ത് തന്നെ ആയാലും ഒന്ന് കമൻറ്റും ചെയ്യണേ. പുതിയതായിട്ട് വീഡിയോ കാണുന്ന പുതിയ ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ. നമുക്ക് വീണ്ടും കാണാം മറ്റൊരു റെസിപ്പിയുമായിട്ട്. താങ്ക്